പണ്ട് കാലങ്ങളിൽ നമ്മൾ നാട്ടുവിശേഷം അറിയാനും ലോകകാര്യം അറിയാനും ആശ്രയിച്ചത് റേഡിയോ, അതുപോലെ പേപ്പർ എന്നീ മാധ്യമങ്ങളിലൂടെ ആയിരുന്നു. പിന്നീട് അത് ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ കാണാൻ തുടങ്ങി. അതിനുശേഷം നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള മാധ്യമങ്ങൾ വന്ന് യൂട്യൂബ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ എടുക്കുന്ന യൂട്യൂബേഴ്സിന് ഉണ്ടാകുന്ന ചെറിയ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ അനുഭവം ഞാനൊന്ന് ജസ്റ്റ് ഇവിടുന്ന് പറയുകയാണ്. വീഡിയോ പെർമിഷൻ വാങ്ങിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ആൾ വന്നിട്ട്, ഏതോ ഒരാൾ വന്നിട്ട് പറയുന്നു, നിങ്ങൾ പെർമിഷൻ വാങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്, ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ ഓക്കെ, ശരി. ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് സെക്കൻഡ് കൊണ്ട് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവസരം ഉണ്ടാകുന്നു. അതിന് മുടക്കം വരുത്തുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ചിന്തിക്കുക, ഞങ്ങളും മനുഷ്യരാണ്. ഇത് എൻ്റെ അനുഭവം, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടായ നിജിലിനും ഇതേ അനുഭവം തന്നെ ആ സ്ഥലത്തു നിന്നുണ്ടായിട്ടുണ്ട്. മറ്റൊരു അനുഭവം എന്ന് പറയുമ്പോൾ, വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ തറയിലെറിഞ്ഞ് പൊട്ടിക്കും എന്ന് പറഞ്ഞു. അത് മറ്റൊരു സ്ഥലത്തുനിന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും യൂട്യൂബിൽ ഇടുന്നതുമൊക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരുപാട് അത്യാവശ്യമാണ്. കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കൂടാളി പൂവത്തൂരമ്മയ്ക്ക് പൊങ്കാല വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും പൊങ്കാല കണ്ടിട്ട് ക്ഷേത്രമുറ്റത്തൊരുക്കുന്ന പണ്ടാര പായസം പൊങ്കാല പ്രസാദമായി കൊണ്ടുപോകേണ്ടവർ വളരെ സാവകാശം, വളരെ ശ്രദ്ധയോടെ, ധൃതി കാണിക്കാതെ അടുപ്പുകളിലേക്ക് അഗ്നി പകരേണ്ടതാണ്. ജ്വലിപ്പിച്ച് കയ്യിലുകൊണ്ടൊന്ന് വെറുതെ ഒന്ന് ഇളക്കി നോക്കണം. കലം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോ പുക നിറഞ്ഞ സമയമാണ്. വസ്ത്രത്തിന്റെ തുമ്പുകളൊക്കെ ഒതുക്കി വെക്കണം. ചുരിദാറിട്ടവരും സെറ്റ് കൊണ്ടുകൊടുത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിന്റെ വാലറ്റം ഒതുക്കി വെക്കണം. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. പുക നിറഞ്ഞ സമയമാണ്. വളരെ സാവകാശം. മുന്നിലും പിന്നിലും ശ്രദ്ധിക്കണേ. മുന്നിലും പിന്നിലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദേവാങ്കണത്തിലാണ് തിരക്ക് കൂടുതൽ. ദേവാങ്കണത്തിൽ ഈ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ഭാഗത്ത് പൊങ്കാല സമർപ്പണം ചെയ്യുന്ന അമ്മമാര് വളരെ ശ്രദ്ധിക്കണം. ഇരുഭാഗത്തും പതുക്കെ കത്തിച്ചാൽ മതി. കലം ചെരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുന്നിലും പിന്നിലും ശ്രദ്ധിക്കണേ. വസ്ത്രത്തുണ്ടുകൾ ഒതുക്കി വെക്കണേ. ബുദ്ധിമുട്ടാവല്ലേ. മുന്നിലുള്ള ഒരടുപ്പിൽ അതിൽ നിന്ന് സമാധാനം ലഭിക്കുന്നു. പ്രിയ ഭക്തജനങ്ങളെ, പൊങ്കാല സമർപ്പണത്തിനായി എത്തിയ അമ്മയുടെ ശ്രീകോവിലിന് മുന്നിൽ കർമ്മങ്ങൾ നടക്കുകയാണ്. മറ്റു സംസാരങ്ങളും ബഹളങ്ങളും ഒക്കെ നിർത്തിവെച്ച് അമ്മയുടെ തന്ന അനുഗ്രഹങ്ങൾക്ക് മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പൊങ്കാല അടുപ്പിൽ അതുകൊണ്ട് ആ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ വേണ്ടതുപോലെ സാധിപ്പിച്ചു തരണമേ എന്ന 9 ദിവസം അമ്മേ നാരായണ വരുന്ന പക്ഷം വൈദ്യസഹായം
നൽകുന്നതിനായിട്ട് കണ്ണൂരിലെ പ്രശസ്ത സ്ഥാപനം ആശ്രമിൻസ് ഡോക്ടർമാർ സേവനാസന്നദ്ധരായിട്ട് ഈ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അവരുടെ സേവനം ആവശ്യപ്പെടാവുന്നതാണ്. ആശങ്കമനസ്സയും ആബദ്ധാത്രയും കരുണാവാരിധിയുമായ ശ്രീ പൂവത്തൂരമ്മയുടെ തിരുമുന്നിൽ സുഹൃത്തുക്കളായ കുട്ടികളിൽ നടക്കുന്ന പൊങ്കാലയിടുന്നതിനായി ആറ്റുകാൽ എന്നറിയപ്പെടുന്നു. 10 കാലത്ത് കൊണ്ട് മനസ്സിലെ നൊമ്പരങ്ങൾ, ജീവിതത്തിലെ മുട്ടുമുട്ടലുകൾ അമ്മയുടെ തിരുമുന്നിൽ സമർപ്പിച്ച് സുഹൃത്തുക്കളായ കുട്ടികളിൽ ശരീരവും നൈവേദ്യം മനസ്സിലാക്കി പുണ്യസന്നിധിയിൽ ചില സുഹൃത്തുക്കളായ പുണ്യവതികൾ പൊങ്കാലയിടുന്നതിനായി ഒരുങ്ങി. പാത്രം ശരീരവും നൈവേദ്യം മനസ്സിലാക്കി നാടിന്റെ നാനാഭാഗത്തു നിന്നും ഈ മണ്ണിന് സാധ്യമായ നാട് എന്ന പേര് നേടിയാണ്. അടുപ്പുകളും തെളിഞ്ഞു തുടങ്ങും. അതിനാൽ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് അമ്മയുടെ മനസ്സാവട്ടെ, അമ്മയുടെ അനുഗ്രഹമാവട്ടെ, അമ്മയുടെ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. പതുക്കെ പതുക്കെ മാത്രമേ ഇളക്കാവൂ. ഇപ്പം എല്ലാവരുടെ കലത്തിലും അഗ്നി ജ്വലിക്കുന്നുണ്ട്. അഗ്നി അടുപ്പിലും അഗ്നി കത്തുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നിലും ശ്രദ്ധിക്കണം, ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ആദരവോടെ, ഭക്തി വിശ്വാസത്തോടെ പൊങ്കാല സമർപ്പണം ചെയ്യണമെന്ന്, നിവേദ്യം പാകം ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും അറിയിക്കുന്നു. ജീവിതത്തിലെ സകല ദുഃഖങ്ങളും അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയോട് നമ്പരങ്ങൾ പറഞ്ഞ് ആശ്വാസത്തിന്റെ നെല്ലുകയാണ്. കുട്ടികളായ സ്ത്രീകൾ, ഭക്തജനങ്ങൾ ഈ പൂർണ്ണതയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ജന്മാന്തര നിമിഷങ്ങൾ മാത്രം. എത്തിച്ചേർന്നിരിക്കുന്നു. ഉദ്ഘാടനപോലെ തന്നെ ഭക്തജനങ്ങളുടെ ഔന്നത്യമാണ്, നേസാക്ഷ്യമാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഇത് ജന്മജന്മാന്തര സുഹൃത പുണ്യം, പൂക്കളുടെ ഊര് എന്നറിയപ്പെടുന്ന അമ്മയുടെ ഫുള്ളായിട്ടായിട്ടില്ല. തിരുമുന്നിൽ 1000 മഴവിൽ വർണ്ണങ്ങളായി പൊങ്കാലയർപ്പണത്തിന്റെ സുഹൃത പുണ്യം അനുഭവിക്കുകയാണ് ഈ
പൂവത്തൂർ നാട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭക്തന്റെ നോവുകളും നൊമ്പരങ്ങളും തൊട്ടറിയുന്ന അമ്മ. അമ്മയോട് സങ്കടങ്ങൾ പറയാൻ ജീവിതവഴികളിൽ നന്മയുടെ വെളിച്ചത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ കിടവുകളൊക്കെ നിറയാൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ ഈ പുണ്യസ്ഥലത്തിൽ നിന്ന് ചേർന്ന എല്ലാവരെയും ഈ പുണ്യപരിപാലനമായ നാട് പുറത്തൂർ മണ്ണ് അമ്മയുടെ പുണ്യസ്ഥലത്തിൽ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. കരഞ്ഞു പോന്നു വീഡിയോ എടുക്കുന്നു. പ്രിയ ഭക്തജനങ്ങളെ, ആദ്യമായി പൊങ്കാല സമർപ്പിക്കും. മാഷ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതാത് സമയത്ത് മാത്രം വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒട്ടും പരിഭ്രമം വേണ്ട. അമ്മ എല്ലാ കാര്യവും ശുഭമാക്കി തീർക്കും. ഈ സമർപ്പണം, പൊങ്കാല സമർപ്പണം, നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ വിജയത്തിനോ ഫലപ്രാപ്തിക്കോ എന്നതിലുപരി ഒരു ചപ്പടമായും ഭക്തിയുടെ വിജയമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മാഷ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പൊങ്കാല കലത്തിലേക്ക് ഓരോ വസ്തുക്കളും സമർപ്പിക്കേണ്ട എവിടുന്ന് വരുന്നത്? മട്ടൻ. കല്യാണമായ ആയി കഴിഞ്ഞ എപ്പോ? ഇവിടെ വന്നിട്ട് പൊങ്കാല ഇട്ടിട്ട് എന്തിട്ട്? കഴിഞ്ഞതിന് പൊങ്കാല ഇട്ടിട്ട് എങ്ങനെയുണ്ട്? പൊങ്കാല ഇട്ടില്ലേ? എന്താണ് റിസൾട്ട്? അത് നല്ല നല്ല ഹാപ്പിയാണല്ലേ? അമ്മ തന്നെയല്ലേ ഇത്? അമ്മ, മോളുടെ കല്യാണം കഴിഞ്ഞല്ലേ? എല്ലാം നല്ല ഹാപ്പി തന്നെ. അപ്പോൾ ഇനി എല്ലാ വർഷവും ഇങ്ങനെ ഇടട്ടെ അല്ലേ? ഇടാനുള്ള ഒരു അവസരം ഉണ്ടാകും. എപ്പോഴാണ് വന്നേ? ഇന്ന് രാവിലെ. ഓ, ആ, അതേ കഴിഞ്ഞ അതേ സ്ഥലത്ത് അല്ലേ? ആ, എവിടെയാ? നാട്ടിൽ തന്നെ കല്യാണം കഴിച്ചോണ്ട്? എവിടെ? കൊടകിലോ? കണ്ണൂരോ? എവിടെ? താഴെ ചോക്ക. ആ, നമ്മുടെ നാട് തന്നെ. എന്തായാലും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. കഴിഞ്ഞതിനേക്കാളും കൂടുതൽ സന്തോഷവതിയായിട്ടുണ്ട്. കാണാം നമുക്ക്. ഇപ്പൊ വരുന്നേ ഉള്ളൂ. ആ ആ, സുന്ദരിമാരെ, അല്ല എപ്പോൾ ആരും അറിയുന്ന ആ സുഹൃതേ എടുക്കുന്നില്ല. എന്താ ടവല് വേണ്ടിട്ട് ചേച്ചി?
ആ എപ്പോൾ വന്നി പിന്നെ അതെ അല്ലേ നിങ്ങൾക്ക് എവിടെയാ കിട്ടിയ സ്ഥലം? ആ ഇതെല്ലാം ഓകെയായിട്ട് നമ്മളുള്ളല്ലോ. ഇപ്രാവശ്യം ഇടുന്നുണ്ടാ? ആ പതിച്ചല്ലോ അല്ലേ? അടിപൊളി. ആ അതെ, പൊങ്കാല മാത്രമല്ലല്ലോ നിങ്ങളെ പിടിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ടിനാ? അതെയാ, ചേച്ചിയുടെ അനിയത്തിയാണല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിനാ? ആ പേര് വീട് എവിടെയാ തന്നെ? നമ്പർ അടിപൊളി. ഞാൻ തടസ്സം നമ്പറല്ലേ? ഈ പെട്ടെന്ന് പറ്റിക്കളി അല്ലേ? ഇത് വെച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം. അഗ്നി കൊളുത്തുന്നതിനുള്ള സംവിധാനം നമ്മൾ ചെയ്തു തരും. ഇവിടുത്തെ സേവകന്മാരെ ഇവിടെ റെഡിയായിട്ടുണ്ട്. 5 യുവപ്രതിഭ ചെവിവേരണിയുടെ ഗംഗാതീരത്തിലേക്കും ദേവാലയത്തിലേക്കും അതുപോലെ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോഡിലേക്കും കിടന്നത് പിൻഭാഗത്തൊക്കെ അഗ്നി എത്തിക്കാനുള്ള വ്യവസ്ഥ വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട്. ആചാര്യന്റെ നേതൃത്വത്തിൽ വലിയ ഭക്ഷണത്തിൽ പായസം പാകമായി വരുന്നു. ഈ പെണ്ണാര പായസം ഭക്തന്മാർക്ക് വിതരണത്തിലും പിന്നിലും ശ്രദ്ധിക്കണം. ഇനി അധികം തീ കത്തിക്കേണ്ട ആവശ്യമില്ല. പതുക്കെ പതുക്കെ തിളച്ച് പാകത്തിന് വേവുന്നതാണ്. പൊങ്കാല കിറ്റിൽ വെള്ളം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കെട്ടഴിച്ച് വേവ് പാകം നോക്കിയിട്ട് ഓരോ ആളുമെല്ലാം സാവകാശം കലത്തിലേക്ക് നമസ്കാരം. ഇഞ്ചിക്കറിയാണല്ലേ? ആ ഇഞ്ചിക്കറിയാണ്.
കാലത്ത് ചുറ്റുപാടുകളിലേക്ക് കുടുംബം ഈ കുടുംബങ്ങളിലേക്കും എല്ലാവിധ നിവേദ്യം സമർപ്പണം ചെയ്യുന്നതാവും. ഇത്രയധികം ചൂടുണ്ട്, വേറെ ആരും ഇതേമാതിരി വീശുന്നതെന്ന് കാണുന്നില്ല. ചൂടിന് വരൂലേ? എന്തിന് ഇതെന്തിനാ താത്ത് വെക്കുന്നത്? മില്ലില്ല, മില്ല് അരി പഠിക്കുന്ന മില്ല്. എടോ ചേച്ചി, എന്തിൻ്റെയൊക്കെയാ ഇത്? ഒന്ന് അപ്പൊ തന്നെ തിരിഞ്ഞു നിൽക്കുന്നു. പേരിടാ ചങ്ങനെ പറയാൻ പേര് വിളിക്കാതെ ചേച്ചിയാട്ടെ. ഇത്ര വലിയതായിട്ട് ഞാൻ ഒരു അതിശയാണ്. ഇന്നസ് ബുക്കിലെല്ലാം കയറി വരാം. മുഖം കാണിച്ചോട്ടാ. ആള് കാണുമ്പോലല്ല കാന്താരിയാ അല്ലേ? മൈൻഡ് ചെയ്യുന്നില്ല. ഇവർക്ക് പേര് വിളിച്ചില്ലെന്നാ പറയുന്നത്. നിവേദിച്ചതിന് ശേഷം നമ്മൾ പാക്കിംഗ് തുടങ്ങുന്നു. അത് ഇനി വരുന്ന വർഷം ജനുവരി മാസം 14 ബുധനാഴ്ച ദിവസം ഈ അമ്മയുടെ സന്നിധിയിൽ വീണ്ടും ഇതേപോലെ ഭക്തന്മാർക്ക് വന്ന് ആത്മനിർവൃതി കൊള്ളാനുള്ള സംവിധാനം പുതിയ വസ്ത്രം ധരിച്ച് ജനുവരി 14 ഉത്തരായണത്തിന്റെ ആരംഭ ദിനത്തിൽ ഈ ഭഗവത് സന്നിധിയിൽ വരുന്നത് നിർവൃതികരമാണ്. ഉത്തരകേരളത്തിൽ ഇത്രയും ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നു, അത് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നു എന്നത് ഞങ്ങൾ പ്രാർത്ഥനാണ്, ധന്യരാണ്. ഭഗവതുരയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഈ ഭഗവത് സന്നിധിയിൽ വന്നു ചേർന്ന മുഴുവൻ ഭക്തന്മാരെയും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ ആവശ്യമുള്ളവര് കൗണ്ടറിൽ നിന്ന് കൂപ്പൺ വാങ്ങണം. 12:30 കൂടിയിട്ട് അത് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ടാവും. അത് പാക്ക് ചെയ്യാൻ പ്രത്യേകം ടീമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പാക്കറ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമയോടെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ നിൽക്കുന്ന അമ്മമാരോടും എന്റെ വിനയാന്വിതമായിട്ടുള്ള ഒരു അപേക്ഷ, അടുത്ത വർഷം ഇങ്ങനെ കാണികളായിട്ട്, സാക്ഷികളായിട്ട് നിൽക്കുന്നതിന് പകരം അമ്മയുടെ മുന്നിൽ ജന്മസാഫല്യം നേടാൻ, പങ്കാര സമർപ്പിക്കാൻ വ്രതശുദ്ധിയോടെ പുതിയ വസ്ത്രം ധരിച്ച് ഈ സന്നിധിയിൽ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഇന്നിവിടെ നടക്കുന്ന പരിപാടികൾ നമ്മൾ കഴിഞ്ഞ വർഷം പേര് പറഞ്ഞായിരുന്നു. പേരൊന്നുകൂടി പറഞ്ഞ്? അഞ്ജലി. ഞാൻ അഞ്ജന എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ പെട്ടെന്ന് പായസം റെഡിയായി അല്ലേ? അടിപൊളി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം അല്ലേ? നല്ല സന്തോഷം. ഹസ്ബൻഡിൻ്റെ പേര്? സരൂപ്. ജോബ്? റെയിൽവേ. ഇപ്പം മോളെന്ത് ചെയ്യുന്നത്? പഠിക്കുന്നുണ്ട്. എന്താ പഠിക്കുന്നത്? എവിടെയാ? മടിക്കേരി. നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ? ആ, അപ്പോൾ ഇവിടെ നിൽക്കാറുണ്ടോ? അല്ല, പഠിക്കുന്നുണ്ടോ അവിടെ അല്ലേ? അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത്? ഓക്കെ. ഹസ്ബൻഡിനോടും അതുപോലെ എല്ലാ കുടുംബങ്ങളോടും ഒരു അന്വേഷണം പറയണം, സ്നേഹാന്വേഷണം അറിയിക്കുക. എന്തായാലും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ. നല്ലൊരു നേഴ്സായിട്ട് മാറട്ടെ. ഇനി എത്ര വർഷമുണ്ട്? ഫൈനൽ. അപ്പോൾ അടുത്ത വർഷം നേഴ്സായിട്ട് നമുക്ക് കാണാം അല്ലേ? ഇതേ സ്ഥലം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.
കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്താണ് കിട്ടിയത്. ഇതേ സ്ഥലത്ത് തന്നെ അല്ലേ? അങ്ങനെ നമ്മളെ ഇഷ്ടമുള്ള സ്ഥലം സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ തരുന്നോ? നമ്മള് ഇന്ന് വരുമ്പോ ലേറ്റ് ആയിന്, 9:30 ആയിന്. എന്തോ ഇവിടെ ഇഷ്ടിക വെക്കുന്നതിന് നമ്മൾ നിന്ന് അപ്പൊ നമുക്ക് ഇഷ്ടിക തന്നു. പൂവത്തോർ നന്ദഗോകുലം മൂലക്കരി എസ്റ്റേറ്റ് 2026 ജനുവരി 14 ബുധനാഴ്ചയായിരിക്കും അടുത്ത വർഷത്തെ മകരപ്പൊങ്കാല പുറപ്പെടും. ഈ മഹാക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച മഹാപൂജ, മഹാഗണപതി ഹോമം, അന്നദാനം, ചുറ്റുവിളക്ക് തുടങ്ങിയ വിശേഷ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അന്നദാനത്തിന് മഹാപൂജക്കും മുൻകൂട്ടി ചെയ്യാവുന്നതാണ്. ചെറിയ രീതിയിൽ വിവാഹ സദ്യയൊരുക്കുവാൻ ചുരുങ്ങിയ നിരക്കിൽ ക്ഷേത്രം അനുവദിക്കുന്നതാണ്. സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ദുഷ്ടരെ ശ്രദ്ധിക്കുവാൻ 30-ലധികം ക്യാമറ കണ്ണുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും അറിവിലേക്ക് പറയുന്നത് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ദുഷ്ടരെ ശ്രദ്ധിക്കുവാൻ ഈ ക്ഷേത്രത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ 30-ലധികം ക്യാമറ കണ്ണുകൾ നിരീക്ഷണത്തിനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. മധുരാക്ഷരി ചക്കക്കല്ലാണ് പൊങ്കാല ബാഗ് സൗജന്യമായി നൽകുന്നത്. മകരപ്പൊങ്കാല ലൈവ് ദൃശ്യങ്ങൾ കാണുവാൻ ക്ഷേത്ര പരിസരത്തിൽ പതിപ്പിച്ച QR കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ സമീപത്തുള്ള മഹാദേവന്റെ സന്നിധിയിൽ ആ സമയങ്ങളിൽ പെട്ടെന്നെല്ലാം പായസം റെഡി ആയി. ക്ഷേത്ര ദർശനത്തിനായിട്ട് ഉമാമഹേശ്വരനെ പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്ര തത്വശാസ്ത്ര വിധിക്കനുസരിച്ച് ഉചിതമായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഏപ്രിൽ 2 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നു. ഉമാമഹേശ്വരനെ കണ്ട് പ്രാർത്ഥിക്കുവാൻ എല്ലാ ഭക്തന്മാർക്കും ആ സമയത്ത് ക്ഷേത്രത്തിൽ ചെല്ലാവുന്നതാണ്. അവിടെ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. നമസ്കാരം. ചിരിച്ചു കാണിച്ചോളൂ. അങ്ങനെയുണ്ടല്ലോ. നോക്ക തന്നില്ലേ ഇനി പോവുകയും ചെയ്യും. വാവേ റെഡിയായി അല്ലേ? റെഡിയായി. അതെ. ഇത് മോളാ? പേര് ബീനയാണല്ലേ? ഗേൾസ് അല്ലേ? അനിയത്തികൾ. മാമ്പൂ മീഡിയ കാണാറുണ്ടോ? ഇല്ല. എത്ര മണിക്കാ വന്നേ? 7:30 അല്ലേ? എന്നാ വരുന്നു. എന്താണ് അടുത്ത വർക്ക്? എന്താ പ്ലാൻ ചെയ്യുന്നു? അടുത്തതായിട്ട് എന്താ പരിപാടി? 17-ാം തീയതി ജോലി. ഓക്കെ, നന്നായിട്ട് പെട്ടെന്നായിരുന്നല്ലേ? കഴിഞ്ഞ കൊല്ലം നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്ത ഹരിത അല്ലേ? ഹരിതല്ലേ? ഹരിതയും ഹരിതേൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. പിന്നെ ഇത് നാത്തൂനാണല്ലേ? പിന്നെ പെട്ടെന്ന് പൊങ്കാലയെല്ലാം റെഡിയായി, പാശെല്ലാം റെഡിയായി അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ മാതൃസമിതി അംഗം കൂടിയാണല്ലേ? അതുപോലെ ഞാനും അനുഗ്രഹിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു മോൻ്റെ ഭാര്യയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇതേപോലെ സന്തോഷത്തിൽ എപ്പോഴും ചിരിച്ച മുഖമായിട്ട് നിൽക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? ആഹാ. പിന്നെ പെട്ടെന്ന് റെഡിയായ ജോലിയൊക്കെ? ജോലി ശരിയാ? എവിടെയാ? ആ. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായി.
സന്തോഷം ഉണ്ടാവില്ല കാണുമ്പോൾ. പിന്നെ വേറൊരു ചോദ്യം, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല അല്ലേ? അപ്പോൾ വീഡിയോ കണ്ടിട്ട് ചില ആളിങ്ങനെ ചോദിച്ചിട്ടെല്ലാം ഉണ്ടായി. പിന്നെ ഹസ്ബൻഡൊക്കെ പിന്നെ കുഞ്ഞാവ വന്നാ? ആയിട്ടില്ല. ഓക്കെ, അത് അവകാശം മതി അല്ലേ? എന്തായാലും നല്ലൊരു ആശംസ കഴിഞ്ഞ വർഷം നേർന്ന പോലെ തന്നെ പിന്നെ നല്ലൊരു സന്തോഷത്തോടു കൂടി എന്നും ഇതേപോലെ ചിരിച്ചിട്ട് നിങ്ങൾ ഹസ്ബൻഡും വൈഫും അതുപോലെ കുടുംബാംഗങ്ങളും എല്ലാവർക്കും സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ. കാണാമെന്നല്ലേ നമുക്ക്. നിങ്ങൾ പൊങ്കാല ഇടുന്നതല്ലേ? പെട്ടെന്നൊരു തേങ്ങയൊക്കെ വന്നില്ല? വന്നു അല്ലേ? ആ, ഇവിടെ തന്നെയാണോ? അതല്ലേ. പിന്നെ എപ്പോഴാണ് വന്നേ? എന്നിട്ട് ഇവിടെ സ്ഥലം കിട്ടി? ആ ഹാ, പെട്ടെന്ന് പായസം റെഡിയായാ? എന്തായാലും അമ്മേൻ്റെ അനുഗ്രഹം നല്ലോണം കിട്ടട്ടെ. ശരി. ചേച്ചിമാരെ പൊങ്കാലിട്ടാ? എവിടുന്ന് വരുന്നേ? പൂത്തൂര. ആ ഹാ, മയ്യിൽ കുറ്റിയാട്ടൂർ. ഓക്കെ, സന്തോഷം തന്നെ അല്ലേ? ചക്കരക്കല്ലാണോ? ആ ഹാ, മാതൃസമിതി അംഗങ്ങൾ അല്ലേ? ഡ്രസ് കോഡ് കാണുമ്പോൾ മനസ്സിലായി. ആ, നമ്മളെ ആള് അല്ലേ? വീഡിയോ കണ്ടിരുന്നാ? ആ, പെട്ടെന്ന് എടുത്തുകൊണ്ട് അത്രയും എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും സന്തോഷം, വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമ്പലത്തിൻ്റെ ആൾക്കാരല്ലേ? ഇവിടെ തന്നെയാണോ? ഇവിടുന്ന് പയ്യന്നെ എഴുതുന്നത് നിങ്ങൾ? ആ, കൂടെ വന്നെ. അത്ര മോശ. നേരത്തെ വന്നാൽ എന്തൊക്കെയാണ് നന്നായിട്ട് ചെയ്ത്? പെട്ടെന്ന് എല്ലാം ഉണ്ടായി. കാണാം. എല്ലാവരും പൊങ്കാലയിട്ട് പായസമൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. നേരത്തെ പൊങ്കാല സ്റ്റാർട്ടിങ് അടുപ്പിൽ തീ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ചൂടും അതുപോലെ ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായതാണ്. ഇപ്പം എല്ലാവരും സന്തോഷത്തിലല്ലേ പൊങ്കാല ഇട്ടിട്ട്? എന്തായാലും വന്നിനെന്നുള്ള തെളിവ് കാണുമല്ലോ അല്ലേ? പിന്നെ എന്താ ഇപ്പോൾ ഒഴിച്ചത്? നെയ്യൊന്ന് കാണിക്കുമോ? നെയ്യ ഒഴിച്ചല്ലേ? എപ്പോഴാണ് വന്നേ? രാവിലെ എത്തി. ആ ഹാ, പിന്നെ പെട്ടെന്ന് സ്ഥലം കിട്ടിയല്ലേ? അത് ഇവിടെ തന്നെ വന്നെന്ന്? അതെ. ആ ഹാ, എന്തായാലും സന്തോഷമല്ലേ? കാരണം പെട്ടെന്നെല്ലാം ഭയങ്കര കാറ്റെല്ലാം ഉണ്ടായിട്ടില്ലേ ആ സമയം അല്ലേ? അപ്പോൾ സന്തോഷം തന്നെ അല്ലേ? ഓരോ ഉച്ചപൂജക്ക് നിവേദ്യ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഭക്തന്മാർക്ക് ഭണ്ഡാര പായസം പാക്ക് ചെയ്ത് നൽകുന്നുണ്ടാവും. കിഴക്ക് ഭാഗത്തുള്ള ക്യൂവിനുള്ളിലും പൊങ്കാല സമർപ്പണം ചെയ്ത സുഹൃത്തുക്കളായിട്ടുള്ള അമ്മമാർക്ക് നീക്കി വെക്കണം. അവിടെ മറ്റുള്ളവരെ ക്യൂ നിർത്തരുത്. ഉപവാസത്തോടു കൂടിയിട്ട് വരുന്നവരാണ്. നിവേദ്യ സമർപ്പണം കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണേ.
വെയിൽ കൊള്ളുന്ന പാപം. അവനെ അപ്പുറത്ത് നോക്കാറുണ്ട്. ബാവേന്റെ പേരെന്താ? അവന്റെ പേരെന്ന് ചോദിച്ചാൽ അമീത. പേരെന്താ ബാവേ? എന്താ സഞ്ചിയിലിട്ട് കൊടുക്കുന്നത്? നീ ഇവിടെ നിന്നോ? ക്യാമറ ഇങ്ങോട്ട് വരണോ? അറിയണ്ടേ? നമ്മളൊന്നും കണ്ടില്ല അല്ലേ? നമ്പൂരി മാഷെ വൈഫാണ്. അപ്പോൾ നമസ്കാരമുണ്ട്. പൊങ്കാലയെ പറ്റി രണ്ട് വാക്കിൽ ഒതുങ്ങില്ല, എന്നാലും നമുക്ക് കുറച്ച് ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ട് വാക്ക് പറ. പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തുരമ്മക്ക് മകരപ്പൊങ്കാല, മകരസംക്രമ ദിനാന്നിന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ 17ാമത്തെ വർഷമാണ് ഇവിടെ അമ്മക്ക് എല്ലാവരും ചേർന്ന് പൊങ്കാലയിട്ട് സമർപ്പിച്ചിട്ട് ഒരുപാട് ആൾക്ക് ആ കാര്യം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആ കാര്യം സാധിച്ചിട്ട് വരുന്നവരായിരിക്കും അധികം. ഒരു പ്രാവശ്യം വന്ന് പിന്നെയും അമ്മേൻ്റെ അനുഗ്രഹം കിട്ടിയവരാണ് പിന്നെയും വരുന്നത്. അപ്പോൾ നമ്മളിത് മാതൃസമിതി എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടാണ് ഇവിടെ ഇതിൻ്റെ കുറേ ദിവസം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എല്ലാം ശുചീകരണവും പിന്നെ കിറ്റ് ഇതാക്കലും എല്ലാം. അങ്ങനെ നമ്മളീ ഒരു കൂട്ടായ്മയിൽ എല്ലാ വർഷവും ഇതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ വന്ന് പൊങ്കാലിടാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ അല്ലേ? പയ്യന്നൂര്, കർണാടക, കാസർഗോഡ്, മലപ്പുറം, തിരൂര്, അവിടെ നിന്നെല്ലാം വന്നിട്ടുണ്ട്. അതെ അല്ലേ? ബാംഗ്ലൂരിന്ന് അങ്ങനെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് മുഴുവനും അതുപോലെ കേരളത്തിന് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലും എല്ലാവർക്കും ഇതിനെപ്പറ്റി പറയാണ്ടെന്ന് നമ്മൾ പറയാണ്ടെന്ന് അറിയുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ, ലോകം മലയാളികൾ തന്നെ അല്ലേ ഇത് ലൈവ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മക്കളെല്ലാം US-ലാണ്. അതുപോലെ കുറെ മാഷ്ക്ക് അറിയുന്ന കുറെ ഫ്രണ്ട്സ് US എന്നെല്ലാം കാണുന്നുണ്ട്. US, ദുബായ്, ബഹ്റൈൻ അങ്ങനെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ലൈവാക്കി എല്ലാവർക്കും കാണാൻ വേണ്ടി. അവരുമെല്ലാം വിചാരിക്കുന്നത് നേരിട്ട് കാണണം തന്നെയായിരിക്കും. അതെ, തീർച്ചയായിട്ടും നേരിട്ട് വന്നിട്ട് കാണുക, ഇതിലെല്ലാം പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ അനുഭവമാണ് അല്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. എന്തായാലും കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട്. പേര് പറഞ്ഞില്ല. പേര് പ്രസന്ന. ഇവിടുത്തെ മാതൃസമിതി അംഗങ്ങളാണിത്. എല്ലാവരും നല്ല ഡ്രസ് കോഡ് കൂടി അടിപൊളിയായിട്ടുണ്ട്. കണ്ടിരുന്നു എങ്ങനെയുണ്ട്? നമ്മൾ പെട്ടെന്ന് കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അല്ലേ? രാത്രിയായി പോയിട്ടില്ലേ? എന്താ പഠിക്കുന്നത്? ഡിഗ്രി എവിടെയാ? മുട്ടന്നൂർ കോൺകോട്ടില് അല്ലേ? നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കുക. വൻ വിജയമായിട്ട് വലിയ മാർക്കോട് കൂടി. എന്നാ സബ്ജക്ട്? പേര് പറഞ്ഞില്ല? വർഷ. ഓക്കെ. എന്നാ പൊങ്കാല പായസം എനിക്ക് നല്ല സ്നേഹത്തോടെ തന്നിട്ടുണ്ട്. ഞാൻ പുറത്തൊന്നും കഴിക്കാതിരുന്നു. വീട്ടിൽ കൊണ്ടുപോകാൻ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്നുമില്ല. ഈ ഇലയിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്. പേപ്പർ കിട്ടുമെന്ന് നോക്കട്ടെ. കഴിച്ചോ? ഭയങ്കര മധുരം, നല്ല ടേസ്റ്റ്. മധുരാനുള്ള പ്രത്യേകത കടും പായസല്ലേ? പായസേ ചോദിച്ചുള്ളൂ. ഒരു കാലം പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നല്ലേ? അതേപോലെ തന്നെ ഒരു കാലം തന്നെ കൊണ്ടുപോയിക്കോന്ന് പറയുന്നത്. അത്രയും ചൂടുണ്ട്. ഇതിപ്പോ എന്നെ കൊണ്ട് ഈ കാലവാടൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകാം. പോരെ
ആ പായസത്തിൽ അവരുടെ സ്നേഹം കൂടി ഉണ്ട് കേട്ടോ. അതാ പറഞ്ഞത്, ഇവരുടെ എല്ലാവരും ഇല്ല, അവിടുത്തെ പുത്തൂർ മാതൃസമിതി അംഗങ്ങളാണ്, ജില്ലുണ്ട്. അപ്പം അവരുടെ സ്നേഹമാണ് ഈ കാണുന്നത്. അതുപോലെ നിജിലിനും ഉണ്ട്, വീട്ടിൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഈ പൊങ്കാല എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം നമ്മൾ കാണുന്നത്. ഈ പൊങ്കാലയുടെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഒന്ന് പറയാൻ പറ്റുമോ? അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഈ വിജയദശമി കഴിഞ്ഞാൽ ഒരു നല്ല ദിവസം നോക്കിയിട്ട് നമ്മളിവിടെ ആദ്യം ഇഷ്ടിക കഴിഞ്ഞ ഈ വർഷത്തെ ഇഷ്ടികലും പൂപ്പ് പിടിച്ച് വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഉരച്ച് കളർ മുക്കണം. പിന്നെ ഈ പറമ്പെല്ലാം കാട് കളഞ്ഞ് വൃത്തിയാക്കണം. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ വൃത്തിയാക്കണം. പിന്നെ ഊട്ടുപുര, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും. പിന്നെ നടന്നു വരുന്ന അവിടുന്ന് മെയിൻ ഹൈവേ മുതൽ താഴോട്ട് റോഡ് എല്ലാം വൃത്തിയാക്കി കത്തിച്ച്, അങ്ങനെ ഒരു നവംബർ മുതൽ ജനുവരി 4 വരെ നമ്മളിവിടെ തിരക്കിലാണ്. എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയിൽ ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ 3 അഖണ്ഡനാമ ജപം. നമ്മളിതിന് ഒരു വിഘ്നവും ഇല്ലാണ്ട് അമ്മേൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി, തീയിലുള്ള കാര്യമല്ലേ, അപ്പോൾ ഒന്നും ആപത്തില്ലാണ്ട് ശരിയാവാൻ വേണ്ടിയിട്ട് 3 അഖണ്ഡനാമ ജപം ജപിക്കും, രാവിലെ ഉദയം മുതൽ അസ്തമയം വരെ. അപ്പോൾ 5-ാം തീയതി ലാസ്റ്റ് അഖണ്ഡനാമ ജപം എന്നാണ് നമ്മൾ ഈ അരിയും വെല്ലവും എല്ലാം പാക്കാക്കി വെക്കുന്നത്. അതെല്ലാം നിങ്ങൾ തന്നെ? അതെല്ലാം നമ്മൾ തന്നെ. മാതൃസമിതിയുണ്ട്, പിന്നെ ഇവിടുത്തെ ആണുങ്ങളുണ്ട്, കമ്മിറ്റിയിൽ ചെറിയ ആൾക്കാരുണ്ട്, എല്ലാവരും. അങ്ങനെ നമ്മളൊരു വലിയൊരു കൂട്ടായ്മേന്റെ വലിയൊരു വിജയം, ഒരു തട്ടുമുട്ടും കൂടാണ്ട് എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. ആർക്കും ഇവിടെ പണി എടുത്തിട്ടാർക്കും ക്ഷീണാവില്ല, എല്ലാവർക്കും ഇവിടെ വന്ന് ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. സന്തോഷം അറിഞ്ഞത്. അടുത്ത വർഷം കാണാം. വാങ്ങിക്കേണ്ടതല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള പൊങ്കാല പായസമായിട്ട് മടങ്ങുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മഹോത്സവമാണ്, ഓരോരുത്തരുടെയും മഹോത്സവമാണ്. വ്യക്തിപരതയ്ക്ക് അപ്പുറത്തേക്ക് സാമൂഹ്യപരമാക്കുന്നത് ഈ മഹോത്സവത്തെ മറ്റുള്ള നാടുകളിലേക്ക് ഉയർത്തുകയാണ്. എല്ലാ മലയാള മാസവും ആദ്യ വെള്ളിയാഴ്ച മഹാപൂജ, മഹാഗണപതി ഹോമം, അന്നദാനം, നാമപ്രദക്ഷിണം. പുത്തൂരമ്മക്ക് മകരപ്പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക്, ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കി നൽകുന്ന ഒരാളാണിത്. പേര് പറയും? വിനോദ് കക്കോത്ത്. ഇപ്പൊ എത്ര ആൾക്ക് ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്? ഇന്ന് 8000 ആൾക്കാർക്ക് അല്ലേ? പിന്നെ എന്തൊക്കെ വിഭവങ്ങളാണ്? സാമ്പാർ, ഇഞ്ചിക്കറി, പിന്നെ അച്ചാർ. സാമ്പാറും ഇഞ്ചിക്കറിയും അച്ചാറുമാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ആയിരങ്ങൾ കഴിച്ച് പോയി അല്ല, ഇനി ഇതേപോലെ തന്നെ ആയിരങ്ങൾ കഴിക്കാനും അല്ലേ? അവരെല്ലാം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുണ്യകർമ്മം ഇതാണ്. ഒരാളെ വയറ് നിറക്കുക, വിശപ്പ് മാറ്റുക, ഇതാണ് പുണ്യകർമ്മം അല്ലേ? എണ്ണി കൊടുത്താലും തൃപ്തിയാവില്ല, പക്ഷേ ഇതിന് ആകെ തൃപ്തിയാവും. അതെ അതെ. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്ക് ഭക്ഷണം കൊടുത്ത് എല്ലാവരും നല്ല വിശപ്പടക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. അതാണ് ഒരു അനുഗ്രഹം. അതെ, ആ ഒരു അനുഗ്രഹവും എല്ലാവരുടെയും പ്രാർത്ഥനയും തീർച്ചയായും കൂടെ ഉണ്ടാവും. പിന്നെ പേര് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, വിനോദ് കക്കോത്ത് തന്നെ. ഈ കക്കോത്തെ കാവുമായിട്ട് ബന്ധമുണ്ടോ? കാവിലെ ആളാണ് ഞങ്ങൾ. കാവിൻ്റെ ഇപ്പോഴുള്ള ട്രസ്റ്റ് അങ്ങാണ്. അവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം ക്ഷേത്രം ഇപ്പം എങ്ങനെയാണെന്നുള്ളത്. അവിടെയും ഞങ്ങൾ ഉത്സവത്തിന് 3 ദിവസം 70,000 ആൾക്കുള്ള ഭക്ഷണം നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മലയാള മാസം 17-ന് എല്ലാ മലയാള നടക്കുന്ന അന്നദാനം അവിടെ നടക്കുന്നുണ്ട്. ഇമ്മാസം നടക്കുന്ന ഈ ജനുവരി 17-നാണ്. അന്ന് ഒരു 5000 ആൾ ഭക്ഷണം എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്. ഇപ്പം പാചകമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുക, അതായത് അമ്പലത്തിൽ മാത്രമാണോ? അല്ലല്ല, എല്ലാ ഭക്ഷണത്തിനും പോകുന്നുണ്ട്. വെജും നോൺ വെജും എല്ലാം ഉണ്ട്. കല്യാണങ്ങൾ, ഓഡിറ്റോറിയം, എല്ലാ പരിപാടിക്കും ഞാൻ. ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കിയത്
എത്ര പേർക്ക്? ഞാൻ 25,000 കൂടുന്നു. 25,000 ആൾക്ക് കൂടുന്നു. ഇവിടെ നിലത്തെ പൊങ്കാലക്ക് സത്താവല്ലെന്നുള്ളതെന്ന് പറഞ്ഞ ആ സമയത്തിന് 25,000 ആൾ ഭക്ഷണം. അതിൽ അമ്മേൻ്റെ അനുഗ്രഹമാണ്. എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ വളരെ ഉഷാറായിട്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി അമ്മയെ അനുഗ്രഹിച്ചത്. ദേവി നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം. അങ്ങനെ കണ്ടതും സംസാരിക്കാൻ സാധിച്ചതും ശരിയായ സന്തോഷം. നമുക്കും ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റി. നന്ദിയുണ്ട്. പിന്നെ നമുക്കിനി എന്നാൽ അടുത്ത് നിങ്ങൾക്ക് അപ്പുറത്ത് അല്ലേ, നമുക്ക് അവിടെ വന്നിട്ട് ഒന്നും കൂടി കാണണം. നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അപ്പുറത്തെ കാവിൽ വെച്ച് കാണാം. അപ്പോഴത്തെ കാവിനെ പറ്റി വിശദമായിട്ടൊന്ന് അറിയണം. നിങ്ങൾ അവിടെ വന്നാൽ വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. ക്ഷേത്ര ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വളരെ വ്യത്യസ്തമായ ചടങ്ങുകളോടെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ കാര്യം നമുക്ക് അവിടുന്ന് സംസാരിക്കാം അല്ലേ. അപ്പോൾ എന്നാൽ ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷം. സർവത്രകാരിണി സരസ്വതി ദേവി വന്നൻ നാവിൽ കളിക്ക പോലെ വെള്ളപ്പൊളുങ്കു നിറമത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കിനുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതി നീ കളഞ്ഞിടം അറിയ ഈശ്വരി ഈശ്വനാഥേ. പൊങ്കാല വിശേഷം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നല്ലേ. കാസർഗോഡ്, മലപ്പുറം, കർണാടകം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് പൊങ്കാലയിട്ടു. അപ്പോൾ ആ ഒരു നല്ല മുഹൂർത്തം കാണാനിടയായി. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനിയുള്ള യൂട്യൂബേഴ്സിനും ഞങ്ങളെപ്പോലെ നിമിഷ നേരം കൊണ്ട് ലോകം മുഴുവനും നമ്മുടെ നാടിനെ പറ്റിയും നമ്മുടെ ക്ഷേത്രങ്ങളെ പറ്റിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ ലോകം മുഴുവനും അറിയിക്കുന്ന യൂട്യൂബേഴ്സിന് ഇങ്ങനെയുള്ള അനുഭവം വരാതിരിക്കട്ടെ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലതായിട്ട് ഭവിക്കട്ടെ.